സെഷൻ 29th ജാനുവരിയിൽ നടന്ന എക്സാമിൻ്റെ സെഷൻ 2 അല്ലെങ്കിൽ ഷിഫ്റ്റ് 2 രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. NCERTക്ക് നല്ല രീതിയിൽ വായിച്ച കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇത് എവിടെ നിന്നാണ് ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് ബയോമോളിക്യൂൾസ് എന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ ഇത് NCERTയിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച ഡയറക്റ്റ്ലി എടുത്ത ഒരു ഫാക്റ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതെന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, സ്റ്റാർച്ച് ഇവിടെ നമുക്ക് ബയോ പോളിമേഴ്സ് തന്നിട്ടുണ്ട് ലിസ്റ്റ് 1. ലിസ്റ്റ് 2 ആ ബയോ പോളിമേഴ്സിൻ്റെ മോണോമറിക് യൂണിറ്റ്സ് ഏതാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടും മാച്ച് ചെയ്യണം. അപ്പോൾ സ്റ്റാർച്ച് നിങ്ങൾ നോക്കിയേ, സ്റ്റാർച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആൽഫ ഗ്ലൂക്കോസുകൾ ഉപയോഗിച്ചിട്ടാണ് സ്റ്റാർച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കുറേ കൺസെപ്ച്വലായിട്ടൊന്നും പറയാനില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ച ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഫാക്റ്റുകളാണ്. സ്റ്റാർച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് ആൽഫ ഗ്ലൂക്കോസുകൾ കൊണ്ടാണ്. പിന്നെ അടുത്തത് എന്താണ്? സെല്ലുലോസ് നമുക്കറിയാം ബീറ്റ ഗ്ലൂക്കോസ് ആണ് അതിൻ്റെ മോണോമറിക് യൂണിറ്റ്സ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ന്യൂക്ലിക് ആസിഡുകളുടെ മോണോമറിക് യൂണിറ്റ് ന്യൂക്ലിയോടൈഡുകളാണ് എന്നും നിങ്ങൾ പഠിച്ചതാണ്. അതിൻ്റെ പേരുകളിലുള്ള സമാന്തരമായിട്ടുള്ള കാര്യം കാണുമ്പോൾ തന്നെ അത് ആ ഒരു ഇക്വാലിറ്റി നമുക്ക് അവിടെ കാണാൻ പറ്റും അല്ലേ? പേരുകളിൽ തന്നെ ഒരു സമമുണ്ട്. അത് മനസ്സിലാക്കുന്ന കഴിഞ്ഞാൽ തന്നെ ഈവൻ അറിയാത്ത കുട്ടിക്ക് പോലും അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. പ്രോട്ടീൻ്റെ കേസിൽ നമുക്കറിയാം അത് ആൽഫ അമിനോ ആസിഡുകളുടെ ഒരു കൂട്ടായ്മയാണ് പ്രോട്ടീൻ എന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ ദിസ് ഷുഡ് ബി ദി ഓർഡർ A2, B3, C1 ആൻഡ് D4 അല്ലേ? ഇതിൽ കറക്റ്റ് ഓപ്ഷൻ വരുന്ന ഏതാണ്? ഓപ്ഷൻ നമ്പർ